നമ്മൾ കുറഞ്ഞത് മാസത്തിൽ ഒരു തവണയെങ്കിലും യാത്ര ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ കൂടെ കുടുംബങ്ങളുണ്ടാവാം, ചെറിയ കുട്ടികളുണ്ടാവാം. മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്ത ഒരു യാത്രയാണെങ്കിൽ ചിലപ്പോഴൊക്കെ നമ്മൾ ഭക്ഷണം കരുതും. എന്നാൽ പെട്ടെന്നുള്ള ഒരു യാത്ര നമുക്ക് ഭക്ഷണം കരുതാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിനുള്ള ആശ്രയം ഹോട്ടലാണ്. ഈ കാലഘട്ടത്തിൽ, ഈ അടുത്ത സമയങ്ങളിലൊക്കെ ഹോട്ടലിനെ കുറിച്ചൊക്കെ വളരെ മോശം അഭിപ്രായങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് അവരുണ്ടാക്കുന്ന ഭക്ഷണം, അടുക്കളയുടെ വൃത്തി, ജോലി ചെയ്യുന്നവരുടെ ശുചിത്വം, അതോടൊപ്പം തന്നെ ചില മതവിഭാഗങ്ങൾ മന്ത്രിച്ച് തുപ്പുന്ന ഒരവസ്ഥ, ഇതൊക്കെ നാം ഒരുപാട് കണ്ടതാണ്. അപ്പോ ഞാൻ ശരിക്ക് ഈ ഹോട്ടലിൽ ജോലി ചെയ്തൊരു വ്യക്തിയാണ്. ഞാൻ കുക്കായിട്ട് ഒരുപാട് നാള് ഹോട്ടലിൽ ജോലി ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോ കുറെയൊക്കെ ശരിയാണ്, നല്ല ഹോട്ടലും ഉണ്ട് കേട്ടോ, നല്ല റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. അവരൊക്കെ എന്നോട് ക്ഷമിക്കുക. എന്നാൽ മിക്ക ഹോട്ടലും, പ്രത്യേകിച്ച് അടുക്കളയൊക്കെ വളരെ വൃത്തിഹീനമാണ്. അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന, പ്രത്യേകിച്ച് അടുക്കളയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ വ്യക്തിപരമായിട്ട് ഒരു ശുചിത്വവും അവർക്കില്ല. വ്യക്തി ശുചിത്വം തീരെ പുലർത്താത്ത ഒത്തിരി ഹോട്ടൽ ജോലിക്കാരുണ്ട്. എൻ്റെ കൂടിയും അങ്ങനെയുള്ള ഒരു ജോലി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ മാറാ രോഗങ്ങൾ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ ഭായിമാരൊക്കെ ഹോട്ടലിൽ വന്ന് തുടങ്ങിയതോടുകൂടി അവരുടെ മാറാ രോഗങ്ങള്, ത്വക്ക് രോഗങ്ങള്, അതോടൊപ്പം തന്നെ നമുക്കറിയാം അവര് ഈ പാൻപരാഗും മറ്റും ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ കൈവിരല് വായിലിടും. അറിയാലോ അതിന്റെ ഉപയോഗം എങ്ങനെയാണെന്ന്. അപ്പോ ആ കൈ കൊണ്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കും. അല്ല, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെയാണ് പല ഹോട്ടലും, എനിക്ക് തോന്നുന്നു ഒരു 90% ഹോട്ടലുകളിലും ഈ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫുഡ് സേഫ്റ്റി അംഗീകരിക്കാത്ത ഫുഡ് കളറുകൾ ചേർക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നമുക്ക് വസ്ത്രത്തിലൊക്കെ ചേർക്കുന്ന ആ കളറിന് ചേർക്കുന്ന അങ്ങനെയുള്ള നിറം പോലും ഫുഡിന് ചേർക്കുന്ന ഹോട്ടലുകളുണ്ട്. അതോടൊപ്പം തന്നെ അജിനോമോട്ട, അതോടൊപ്പം തന്നെ ഓയില്, വറുക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഓയില്. ശരിക്ക് ഒരു ഓയില് 3 തവണ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ്, കുറഞ്ഞതട്ടോ 3 തവണ. പക്ഷെ നമുക്കറിയാം ഇന്നത്തെ അവരുടെ ചെലവും അതൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഈ ഓയില് തന്നെ വീണ്ടും 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 ഉപയോഗിക്കും. ആ ഓയിൽ ഒരിക്കലും മാറ്റുന്നില്ല. മാറ്റുന്ന ആ ഓയിലൊക്കെ ചേഞ്ച് ചെയ്യുന്ന ഒത്തിരി ഹോട്ടലുണ്ട് കേട്ടോ. ഞാൻ അവരെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് അടുത്തൊക്കെ നമ്മൾ കണ്ട ചില വീഡിയോകള്, ചില അനുഭവങ്ങള്, അല്ലെ, ചില മതവിഭാഗങ്ങള് ഊത്തുചൊല്ലി അതില് ഊതുക, ഭക്ഷണത്തിൽ തുപ്പുക, അതൊക്കെ അവരുടെ പ്രാർത്ഥനാ രീതിയാണ്. അപ്പോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ശരിക്കും ഒരു ഭയപ്പെടുത്തുന്ന, നമുക്ക് അറപ്പ് തോന്നുന്ന കുറെ കാര്യങ്ങൾ ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ കണ്ടതും കേട്ടതുമാണ്. അതോടൊപ്പം തന്നെ പിന്നെ അടുക്കളയിലൊക്കെ എലി, പാറ്റകള്, മറ്റു പ്രാണികളൊക്കെ നിർബാധം താമസിക്കുന്ന, ഇഴഞ്ഞു പോകുന്നത്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോ വളരെ നമുക്കൊരു അറപ്പും ഭയവും, ശരിക്കും പറഞ്ഞാൽ വെളിയിൽ പിന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, പിന്നെ എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട്, അവർ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തിരിച്ച് വീട്ടിലെത്തുന്നവരെ അവരൊന്നും ഭക്ഷണം കഴിക്കുന്നില്ല, അത്രയും പേടിയാണ്. കാരണം അതിന് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ അതോടൊപ്പം ഞാൻ ചെറുപ്പത്തിൽ ഒരു ചൈനീസ് പടം കണ്ടിട്ടുണ്ട്. അപ്പോ അതില് പിന്നെ ഒരു ചെറുപ്പക്കാരൻ, അവന് അവൻ്റെതല്ലാത്ത കാരണം കൊണ്ട് ഒരു മാറാ രോഗം, ഒരു അണു അവന്റെ ശരീരത്തിൽ കടന്നു വരികയാണ്. ഒരു മാറാ രോഗമാണ്. അപ്പോൾ അത് രക്തത്തിൽ നിന്ന്, പിന്നെ അത് ആ രക്തം, അത് അണുക്കൾ ഉള്ള ഒരു രക്തമാണ്. അപ്പൊ ആ രക്തം ആരെങ്കിലും സ്വീകരിച്ചാല്, അല്ലെങ്കിൽ അവന്റെ പിന്നെ ഉമിനീര്, ഇതിലൂടെയൊക്കെ ഈ രോഗാണുക്കൾ പുറത്തേക്ക് വരും. അപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ സമൂഹം അവനെ ഒറ്റപ്പെടുത്തുകയാണ്. പഴയൊരു കാലഘട്ടത്തിന്റെ ഒരു കഥയാണ് പറയുന്നത്. അപ്പൊ ഈ യുവാവ് എന്ത് ചെയ്തെന്നറിയോ? ആരും അറിയാതെ ഇവന്റെ ഗ്രാമത്തിൽ നിന്ന് നാട് വിടും. എന്നിട്ട് ചൈനയിലെ ഏതോ വലിയൊരു ടൗണിൽ പോയിട്ട് ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നു.
അപ്പൊ ഇവന് പതുക്കെ പതുക്കെ സമൂഹത്തോടും ലോകത്തോടും മനുഷ്യരോടൊക്കെ വല്ലാത്തൊരു ദേഷ്യം, ഒരു വിദ്വേഷം അവന്റെ മനസ്സിലേക്ക് ഉമിഞ്ഞുകൂടി. അതിന്റെ ഫലമായി ഇവൻ ചെയ്യുന്നത്, ഇവന്റെ കൈ ചെറുങ്ങനെ മുറിക്കും, എന്നിട്ട് ബ്ലഡ് വരുത്തും. എന്നിട്ട് ഈ ബ്ലഡ്, ഹോട്ടൽ അടുക്കളയിലാണ് ഇവൻ ജോലി ചെയ്യുന്നത്, ഈ ബ്ലഡ് പിന്നെ സർവീസ് ചെയ്യുന്ന പ്ലേറ്റിൽ, ഭക്ഷണം സർവീസ് ചെയ്യാൻ വേണ്ടി പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ അതിലേക്ക് ഉറ്റിച്ചു കൊടുക്കും. പ്രത്യേകിച്ച് സോസിൽ അങ്ങനെയൊക്കെ ഇവൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവൻ തുപ്പിയിടുന്നുണ്ട് ഭക്ഷണത്തില്. ഒരു തരം ഭ്രാന്തമായ ഒരു ജീവിതമായിട്ടാണ് അവൻ പോകുന്നത്. ഞാനിത് പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പോ ശരിക്കും പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ പേടിക്കണം. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികള് ശരിക്ക് വെളിയിലൊക്കെ പോയിട്ട് നല്ല ഉല്ലാസ യാത്ര ഒക്കെ ചെയ്യുമ്പോൾ ഹോട്ടലിലൊക്കെ കയറാൻ, ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ പേടിക്കണം. അതാണ് എൻ്റെ ഒരു വിഷയം. കാരണം നമ്മുടെ കർത്താവ് എല്ലാത്തിനും മീതെ നമുക്ക് അധികാരം തന്നിട്ടുണ്ട്, അല്ലെ? വിഷത്തിന് മേലെ, പാമ്പുകൾക്ക് മേലെ, തേളുകൾക്ക് മേലെ, ലോകത്തിന്റെ എല്ലാ മേലേക്കും നമുക്ക് അധികാരം നൽകിയവനാണ് നമ്മുടെ ഈശോ. അപ്പൊ ആ ഈശോയില് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരാളും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പേടിക്കേണ്ട. അത് എന്ത് ചെയ്യണം എന്നറിയോ? നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കുരിശ് വരക്കണം, പ്രാർത്ഥിക്കണം. ഭക്ഷണം നമ്മൾ ആ ഹോട്ടലിൽ നിന്നൊക്കെ മേശപ്പുറത്ത് കൊണ്ടുവച്ചാല് നമ്മൾ ഒന്ന് കണ്ണടച്ച് ഒരു സ്വർഗസ്ഥനായ പിതാവും ഒരു വിശ്വാസ പ്രമാണവും ചൊല്ലി ഒന്ന് കുരിശ് വരച്ച് തിന്നാല്, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയും, ഇങ്ങനെ ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ട് കേട്ടോ. അവർക്ക് വിഷം അതുപോലുള്ള ഒരു പ്രശ്നവും ഈ ഭക്ഷണത്തിൽ നിന്നും അവർക്ക് നേരിടേണ്ടി വരില്ല. അപ്പൊ ഇങ്ങനെ ഒരു പ്രാർത്ഥന നമ്മൾ എപ്പോഴും നടത്തണം. ഈ പ്രാർത്ഥന നമ്മൾ ശീലിക്കേണ്ടതാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ ഭവനത്തിൽ നിന്ന് ശീലിക്കേണ്ടതാണ് ഈ പ്രാർത്ഥന. നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന തൊട്ട് മുമ്പ് കുടുംബങ്ങളൊക്കെ ആ മേശപ്പുറത്ത് ചുറ്റുമിരുന്ന് നമ്മളൊന്ന് പ്രാർത്ഥിച്ച് ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി ഒരു സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലി ആ കുരിശൊന്ന് വരച്ച് നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങണം. ഇങ്ങനെ ഒരു ശീലം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഏത് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഭയമുണ്ടാവില്ല. ചിലപ്പോൾ ഇത് വിഷമാണ്, ചിലപ്പോൾ ഇത് നമുക്ക് ആരോഗ്യപ്രദമല്ലാത്തൊരു ഭക്ഷണമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഇത് ഭക്ഷണം കഴിക്കാം. അപ്പൊ അങ്ങനൊരു ശീലം, അങ്ങനൊരു വിശ്വാസത്തിലേക്ക് നമ്മൾ ക്രിസ്ത്യാനികൾ കടന്നു വരണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഭവനത്തില് നമുക്കറിയാം, നമ്മളെല്ലാവരും മാംസം കഴിക്കുന്നവരാണ്. എല്ലാവരും മാംസം കഴിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ ആഴ്ചയിൽ ഞായറാഴ്ചയെങ്കിലും നമ്മൾ ബീഫോ ചിക്കനോ നമ്മൾ ഉപയോഗിക്കും. നമുക്കറിയാം ഇന്നിങ്ങനെയുള്ള ഈ അറവുശാലകളൊക്കെ ഈ മുസ്ലിം മതവിഭാഗങ്ങളാണ് ഭൂരിഭാഗം നടത്തുന്നത്. പ്രത്യേകിച്ച് പിന്നെ ക്രിസ്ത്യൻ ഭൂരിപക്ഷമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇവരാണ്, ഈ ഒരു സമുദായമാണ് ഇങ്ങനെയുള്ള കടകളും ഇങ്ങനെയുള്ള ബിസിനസ്സും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ചിലപ്പോൾ പാക്കറ്റ് ഫുഡ് നമ്മൾ വാങ്ങി കഴിക്കുന്നുണ്ട്, നമ്മൾ പാചകം ചെയ്യാൻ വാങ്ങുന്നുണ്ട്. അപ്പോ അത് നമ്മൾ കൊണ്ടുപോകും. നമുക്കറിയാം, പിന്നെ നമ്മളിപ്പോ വീട്ടിലേക്ക് ആ ഭക്ഷണം കൊണ്ടുവന്നിട്ട് ആ ഇറച്ചിയോ അല്ലെങ്കിൽ ആ എന്താണോ നമ്മളിപ്പോ ചിലപ്പോൾ ബീഫായിരിക്കാം, ചിലപ്പോൾ കോഴിയായിരിക്കാം, നമ്മൾ കൊണ്ടുവന്ന് നല്ല വൃത്തി കഴുകും, അല്ലെ? നല്ല വൃത്തി 4-5 വെള്ളത്തിൽ നമ്മൾ കഴുകും. ചോരയൊക്കെ ആ പോകുന്നത് വരെ നമ്മൾ കഴുകും. എന്നിട്ട് നമ്മൾ പാചകം ചെയ്യാൻ തുടങ്ങിയാണ്. അത് തെറ്റാണ്. ശരിക്കും നമ്മൾ വൃത്തി കഴുകിയിട്ട് നമ്മൾ ചട്ടി അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം നമ്മളൊന്ന് പ്രാർത്ഥിച്ചിട്ട് ആ ചട്ടിയിലേക്ക് കുരിശ് വരക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ പാചകം ചെയ്യാൻ പാടുള്ളൂ. എന്തുകൊണ്ടെന്നറിയോ? ഈ ഒരു വിഭാഗം ശരിക്കും പറഞ്ഞാൽ അവര് കന്നുകാലികളെ വെട്ടുന്നത്, കോഴിനെ വെട്ടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അവര് ബിസ്മില്ല എന്ന് ചൊല്ലി തുടങ്ങിയിട്ടാണ് അവര് ഈ കോഴികളെയും മാടുകളെയും വെട്ടുന്നത്. അവരുടെ അള്ളാഹുവിന് ഇത് ബലി കൊടുക്കുകയാണ്. അപ്പോൾ അന്യദേവകൾക്ക് ബലി കൊടുത്ത ഇറച്ചി, അതിന്റെ മാംസമാണ് നമ്മൾ കഴിക്കുന്നത്. നമുക്കിത് ചിലപ്പം അറിവുണ്ടോ എന്ന് എനിക്കറിയില്ല. ശരിക്കു പറഞ്ഞാൽ ഇത് നമുക്കറിയാം, അന്യദേവന്മാർക്ക് അർപ്പിച്ച ഭക്ഷണം പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുന്നത് തെറ്റോ ശരിയോ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ അടുക്കളയിൽ നമ്മൾ ശ്രദ്ധിക്കണം.
കാരണം നമ്മൾ കുരിശ് വരഞ്ഞ് തുടങ്ങി, കുരിശ് വരഞ്ഞതിന് ശേഷമേ ആ പാത്രത്തിലേക്ക് ഈ നമ്മൾ പാചകം ചെയ്യുന്ന ഈ ഇറച്ചിയും മറ്റും ഇടാൻ പാടുള്ളൂ. ഇങ്ങനെ ശീലിക്കണം. അത് ഇറച്ചിയും മാത്രം പാചകം ചെയ്യുമ്പോലട്ട, എന്ത് നിങ്ങൾ പാചകം ചെയ്യുമ്പോഴും നിങ്ങൾ ആ പാത്രത്തിൽ കുരിശ് വരക്കണം. അതിനുശേഷമേ ഒരു ഗ്ലാസ് വെള്ളം പോലും അതിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വലിയ വിശ്വാസത്തിലേക്ക് നമ്മൾ വരണം. ഇങ്ങനെയൊക്കെ ആയാൽ തീർച്ചയായിട്ടും ഒരു വിഷവും ഒരു തുപ്പലും ഒരു ഓത്തും നമ്മളെ ഏശില്ല. കാരണം നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. ഈശോ പറയുന്നു, സർപ്പത്തെ പോൽ നിങ്ങൾ വിവേകത്തോടെ ജീവിക്കാനാണ്. പ്രിയപ്പെട്ടവരെ, ചിലപ്പം നമ്മളെ അപായപ്പെടുത്താൻ, നമുക്കറിയാം ക്രൈസ്തവരെ എങ്ങനെയൊക്കെ അപായപ്പെടുത്തണം എന്ന് ചിന്തിച്ചും ആലോചിച്ചും നടക്കുന്ന ഒരു വലിയ സമൂഹത്തിന്റെ മധ്യയാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ കുഞ്ഞുമക്കൾ വളരുന്നത്. അപ്പൊ എവിടെ പോയാലും അതുകൊണ്ട് ഇങ്ങനെ ഒരു ഭയം കൊണ്ട് നമ്മൾ പുറത്തുനിന്ന് പോയി ഭക്ഷണം കഴിക്കരുത് എന്ന് പറയുന്നതിനോട് ഒരു അർത്ഥവുമില്ല. കാരണം നമ്മളൊരു അയൽവാസി, തൊട്ടൊരു അയൽവാസി, ഒരു അന്യ മതക്കാരൻ അവരുടെ കല്യാണത്തിനോ അവരെന്തെങ്കിലും വിരുന്നിന് ക്ഷണിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും പോകും. പോയിട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരുപാട് ഭയമുണ്ട്. അപ്പൊ ഈ ഭയമൊക്കെ വെച്ചിട്ട് അവര് വളരെ സ്നേഹപൂർവ്വം നമുക്ക് വിളമ്പുന്ന ഭക്ഷണം വേണ്ടെന്ന് പറയുമ്പോൾ നിരസിച്ചാല് ആ വീട്ടുടമക്ക് എന്തൊരു വേദന ഉണ്ടാവും അല്ലേ? നമ്മൾ കഴിക്കണം. കഴിക്കുന്നതിന് മുമ്പില്, അതിന് തൊട്ട് മുമ്പ് നമ്മൾ ആ ഭക്ഷണത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് കുരിശ് വരക്കണം. കുരിശ് വരച്ച് നമുക്ക് ഭക്ഷണം കഴിക്കണം. കാരണം ആരെയും നമ്മൾ വെറുക്കേണ്ട ആവശ്യമില്ല. അവരുടെ വിശ്വാസം അവരുടേത്, നമ്മുടെ വിശ്വാസം നമ്മുടേത്. നമ്മൾ എന്തിന് ജാളിപ്പെടണം? നമ്മൾ എന്തിന് ഭയക്കണം? ഒരു നാണക്കേടും വേണ്ട. നമ്മുടെ പ്രാർത്ഥനയല്ലേ, നമ്മുടെ കർത്താവിനോടുള്ള പ്രാർത്ഥനയല്ലേ. ജീവിക്കുന്ന കർത്താവിനോട് ഒരു ജാളിതവുമില്ലാതെ ഒരു നാണവുമില്ലാതെ എവിടെ ഇരുന്നും നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പിൽ പ്രാർത്ഥിച്ച് കുരിശ് വരക്കാൻ നമ്മൾ ശീലിക്കണം. അല്ലെങ്കിൽ ചില വിപത്തുകൾ നമ്മളെ കാത്തിരിക്കും. അത് ചിലപ്പോൾ നമ്മുടെ ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കും. ചില ഒരു അനുഭവം എന്നോട് ഒരു ഡോക്ടർ പറഞ്ഞതാണ്. അപ്പോ ഒരു യുവതിയും അവരുടെ ഭർത്താവും ഈ ഡോക്ടറെ കാണാൻ വേണ്ടി വരികയാണ്. നല്ല പ്രാർത്ഥനയുള്ള ഒരു ഡോക്ടറാണ് കേട്ടോ. അപ്പോ ഈ ഇവര് ഗർഭിണിയാവും. പക്ഷെ 2-3 മാസം കഴിയുമ്പോൾ അത് അലസിപ്പോകുന്ന ഒരവസ്ഥ. പിന്നീട് എത്ര മരുന്ന് കഴിച്ചിട്ടും എത്രയോ ഡോക്ടർമാര് ഇവരെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ഈ രോഗവും ഇതെന്താണ് പ്രശ്നം എന്ന് കണ്ടെത്താൻ ഇവർക്ക് കഴിഞ്ഞില്ല. അവസാനം ഈ ഡോക്ടറെ അടുത്ത് എത്തിയപ്പോൾ ഈ ഡോക്ടർ ഭർത്താവിനോട് പ്രാർത്ഥിച്ചു. അപ്പോ അവിടെ തൊട്ട അയൽവാസി അവരുടെ വിരുന്നിന് ക്ഷണിച്ചിട്ട് ഇവർക്ക് ഒരു സർവത്തില് അവരുടേതായ എന്തോ കലക്കി കൊടുത്തതാണ്. പിന്നീട് അത് പ്രാർത്ഥിച്ച് ബന്ധിച്ച് അവർ സൗഖ്യപ്പെട്ടപ്പോൾ അവർക്കിന്ന് ആ ഡോക്ടർ പറയാണ് 5 മക്കളുണ്ടെന്നാ പറയുക. 5 മക്കളുണ്ട്. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ തലമുറകൾ നിന്നു പോകാൻ നമ്മൾ ഒരിക്കലും ഇട്ടം കൊടുക്കരുത്. അതുകൊണ്ട് നമ്മുടെ അയൽവാസിന്റെ അടുത്തോ നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ നമ്മൾ അടുത്ത ഏതെങ്കിലും സ്നേഹിതന്മാരെടുത്തോ, കാരണം നമുക്ക് അന്യമതത്തിൽപ്പെട്ട പലരും നമ്മളെ ബന്ധപ്പെടുന്നുണ്ട്. നമ്മളെ അയൽവാസികൾ അങ്ങനെയുണ്ട്. അവരെ ആരും മുഷിപ്പിക്കാൻ പാടില്ല. പക്ഷെ അവരുടെ വീട്ടിൽ നമുക്ക് പോകാം. എവിടെ പോകുമ്പോഴും നമുക്ക് പ്രാർത്ഥിക്കണം. കുരിശ് നമ്മൾ വരക്കണം. അതോടൊപ്പം തന്നെ രാവിലെ നമ്മൾ വെളിയിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരു സ്വർഗസ്ഥനായ പിതാവും ചൊല്ലി, അതോടൊപ്പം തന്നെ നമ്മളെ വിശ്വാസ പ്രമാണം ചൊല്ലി, നമ്മൾ വെഞ്ചരിച്ച വെള്ളം കൊണ്ട് നെറ്റിയിൽ കുരിശ് വരച്ചിട്ട് നമ്മൾ വീടിന്റെ പുറത്തിറങ്ങണം. അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം അപകടകരമാവും. നമ്മളെ വളരെയേറെ ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബം ചിലപ്പോ ഇല്ലാതായി പോവും. തലമുറകൾ ചിലപ്പോ അവസാനിച്ചു പോവും. അതിനൊന്നും ഇടം കൊടുക്കരുത്. നമുക്ക് നമ്മുടെ ജീവിക്കുന്ന ദൈവത്തോട് എന്നും പ്രാർത്ഥിക്കാൻ അതിനൊരു ജാള്യതയും വേണ്ട, അതിനൊരു നാണവും വേണ്ട. നമുക്ക് കുരിശ് വരഞ്ഞ് പ്രാർത്ഥിച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാം. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് വെഞ്ചരിച്ച വെള്ളം നെറ്റിയിൽ പൂശിയിട്ട് നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാം. അവന്റെ കാവൽ മാലാഖമാരും അവന്റെ പരിശുദ്ധ അമ്മയും എന്നും
നമ്മുടെ ഒപ്പം നമ്മുടെ ഒരു കാവലായിട്ട് എന്നും ഉണ്ടാവും. സ്തുതിയായിരിക്കട്ടെ.